ഹലോ, സഞ്ചാരി പിന്നെയും വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നൊരു കാഴ്ച കാണിക്കാനാണ് വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഒരു മരപ്പട്ടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിങ്ങനെ തലയുയർത്തി നോക്കുകയാണ് എല്ലാവരെയും. കാട്ടിലൊന്നുമല്ല കേട്ടോ, ഇത് വീടിൻ്റെ അടുത്ത് തന്നെ മുറ്റത്ത് തന്നെയാണ്. മുറ്റത്ത് എതിർവശം ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൻ്റെ അരികിലാണ് നിൽക്കുന്നത് മൂപ്പര്. മൂപ്പര് രാവിലെ എന്തോ കണ്ടോണ്ട് എന്നുള്ള നിപ്പാണ്. ആരെ പൊക്കാനാ, അവൻ്റെ കോഴീനെ പൊക്കാനാണോ എന്നറിയില്ല. ഒരു പതിവില്ലാത്ത വന്ന് നിപ്പ്. അവൻ ആരെ ശ്രദ്ധിക്കാതെ ഇരിക്കുക. കണ്ടുപോയി. ഞാൻ എടുക്കുന്നത് അവൻ കണ്ടു കേട്ടോ. അവൻ്റെ കണ്ണ് കണ്ടോ? അവന് ഇച്ചിരി പ്രായമുള്ള തോന്നുന്നു കണ്ടിട്ട്. നല്ല വലിപ്പമൊക്കെ ഉണ്ട്. അടുത്തേക്ക് പോകാൻ പേടിയാണ്. കടിച്ച് കീറിയാൽ പണി കിട്ടും എൻ്റെ ആൾ തന്നെ. ഒരു കുഞ്ഞ് പട്ടിക്കുട്ടീൻ്റെ മുഖം പോലെ ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് സാധനം. നമുക്ക് രാത്രിയൊക്കെ തെങ്ങിൻ്റെ മുകളിലും വീടിൻ്റെ ടെറസിൻ്റെ മുകളിലൊക്കെ ഓടിപ്പാഞ്ഞ് നടക്കും. പകൽ പക്ഷേ ഇങ്ങനെ വരുന്ന ആദ്യമായിട്ടാണ്. അതിനെ ആക്രമിക്കാനാവുന്ന ഒരു കാക്ക വരുന്നുണ്ട്, പറന്ന് വരുന്നുണ്ട്. ഇതുങ്ങളങ്ങനെ പകൽ പുറത്തിറങ്ങാത്തതാണ്. അപ്പോൾ കണ്ടുകൊണ്ട് കാക്കയൊക്കെ വന്ന്, അപ്പം കാക്കേൻ്റെ കൊത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുക, അതിനെ കൊത്താതിരിക്കാൻ. കൂട്ടം തെറ്റി വന്നാൽ തോന്നുന്നു കേട്ടോ. പുല്ലിൻ്റെ അടുത്ത് അനങ്ങുന്നില്ല. അവനോടിരിക്കുക. അവൻ കാക്കകളെ പേടിച്ചിരിക്കുകയാണ്. കാക്കകൾ വല്ലാണ്ട് ഉപദ്രവിക്കും കൂട്ടത്തോടെ വന്ന്. അവൻ ഒറ്റയ്ക്കല്ലേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവനെ സംരക്ഷിക്കാനായിട്ട് ഞാൻ നിൽക്കുകയാണ് ഇവിടെ. ഇതിൻ്റെ അപ്പുറം ഫോറസ്റ്റാണ്. അവിടുന്ന് കയറി വരുന്നതാണ്. അതൊരു തോട്ടമാണ് കേട്ടോ. നിൽക്കുന്നവൻ മുമ്പിലെ തോട്ടത്തിലാണ്. അനങ്ങുന്നില്ല. കാക്കയെ പേടിച്ചുള്ള നിപ്പാ. കാക്ക ഒന്ന് മാറിയിട്ട് വേണം അവൻ ഓടാൻ. അപ്പോൾ ഏത് സമയത്തും അവൻ ഓടാട്ടോ. ഇതൊക്കെ അപൂർവ കാഴ്ചകളാണ് വീട്ടിൻ്റെ മുമ്പിൽ കിട്ടുന്നത്. ഈ മരപ്പട്ടി. മാനൊക്കെ വരുമെങ്കിലും മരപ്പട്ടി അങ്ങനെ സാധാരണ വരാറില്ല. അവൻ അതിൻ്റെ ഉള്ളിൽ അമർന്നു. തല മാത്രമേ കാണുന്നില്ല. ചെമ്പിൻ്റെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞ് തല മാത്രം കാണാം. അടുത്തെല്ലാം പറ്റാത്തതുകൊണ്ടല്ല, അടുത്ത് നിൽക്കായിരുന്നു. അടുത്ത് എന്നാൽ അവൻ കടിച്ച, അവൻ ഏത് പ്രകൃതക്കാരനാണെന്ന് നമുക്കറിയില്ലല്ലോ. കാക്കകൾ പോയിട്ടാണ് അവൻ ഓടാൻ. അതിൻ്റെ തൊട്ടടുത്ത തെങ്ങിൽ മുഴുവൻ കാക്കകൾ വന്നിരിക്കുന്നുണ്ട്. ഞാൻ അവൻ എന്നെയും നോക്കിയിരിക്കുകയാണ്. പൊട്ട് പോലെ തല മാത്രമേ ഇപ്പം കാണുന്നുള്ളൂ. മുഴുവൻ ശരീരം പൊന്തേൻ്റെ ഉള്ളിലേക്ക് അമർത്തിയാണ്. സെൽഫ് പ്രൊട്ടക്ഷൻ കാക്കയിൽ നിന്നുള്ള. ഒന്ന് ഇറങ്ങി വാടാ ഇങ്ങോട്ട്. അവനവിടുന്ന് അനങ്ങുന്നില്ല. ഒരേ ഇരിപ്പാട്ടോ, അനങ്ങുന്നില്ല. ചേമ്പിൻ്റെ ഇലേൻ്റെ ഇടയ്ക്ക് ഉണ്ടോ, അവൻ ഒരേ ഇരിപ്പാണ്. ഒന്നുകിൽ എന്തെങ്കിലും അപകടം പറ്റിക്കാണും, മറ്റുള്ളവരായിട്ട് കടി കൂടിയിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് അവൻ. അല്ലാതെ അവൻ അങ്ങനെ ഇരിക്കില്ല. പകലങ്ങനെ വെളിയിൽ ഇറങ്ങുകയില്ല അവർ.
ആ താഴേക്ക് ഇറങ്ങിപ്പോണം. അവിടെ ഒരു കരിങ്കൽ കെട്ടുണ്ട്. അപ്പം ആ കെട്ടിറങ്ങിയിട്ട് അവന് താഴേക്ക് പോകണം. പക്ഷെ കാക്കകൾ സമ്മതിക്കണ്ടേ. അവൻ എന്നെ നോക്കി നിൽക്കുകയാണ്. ഞാൻ അവനെയും. കണ്ണ് വയ്ക്കാതെ നോക്കിയിരിക്കുന്നത്. ഞാൻ പോവാണ് കേട്ടോ. അവൻ്റെ ശരീരം പൊങ്ങി വലിയതാണ്. അതാ അവിടെ നിന്ന് പോവുക. ശരീരം ചാരക്കളറും തല കറുത്തിട്ടുള്ളൊരു കളർ. താഴെ കാട്ടിലേക്ക് ചാടാൻ പോവാണേ. ഞാനിതാ പോന്നു. ഹായ്, താങ്ക് യു.